ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചതാണോ പ്രശ്നം, അതോ രാജീവ് ചന്ദ്രശേഖർ മുകളിലിരുന്നതാണോ റിയാസിന് പ്രശ്നമായത്? റിയാസിന് പല ക്രിമികടിയും ഉണ്ട്. കാരണം മനസ്സിൽ സ്വപ്നം കണ്ടു കഴിയുന്നത് 2026 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാം. അങ്ങനെയാണ് അമ്മായിയപ്പൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മരുമകനെ നിന്നെ ഞാൻ 2026 അരിയിട്ട് വാഴ്ച നടത്തും എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ അഭിഷേകത്തിന് വിഘ്നം വരുത്താനായിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം അങ്ങനെ തല ഉയർത്തി ഇവിടെ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് സഹിക്കുമോ? ഇപ്പം അല്ലെങ്കിൽ പിന്നെ അരിയിട്ട് വാഴ്ച നടത്തി അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ വീണയുടെ ഭർത്താവായിട്ടുള്ള ജോലി മാത്രമേ നടക്കത്തുള്ളൂ. ആ ജോലിയിൽ ഒതുങ്ങേണ്ടി വരും. പിണറായി കാരണഭൂതനെ കണ്ണടയ്ക്കുന്നതിന് കാരണഭൂതൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണഭൂതനോ കപ്പിത്താനോ കണ്ണടയുന്നതിന് മുമ്പായിട്ടൊരു ആഗ്രഹമുണ്ട്, മരുമകനെ ഒരു നിലയിൽ എത്തിക്കണമെന്ന്. അതിനുവേണ്ടി CPMകാരെല്ലാം നട്ടെല്ല് വളച്ച് ഓച്ചാനിച്ച് നിൽക്കുകയാണ്. ഈ മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായി കാണാൻ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന് ഈ പ്രധാനമന്ത്രിയുടെ വേദിയിലിരിക്കുക, അണികൾ രാജീവിന് ജയ് വിളിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് സഹിക്കുമോ? ഇവരുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും BJP വലിയ കടന്നുകയറ്റമാണ് നടത്തുന്നത്. ഇങ്ങനെ പതിയിരുന്ന് ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് രാജീവ്. ക്രൈസ്തവരെയൊക്കെ ഇങ്ങോട്ട് ചേർത്ത് നിർത്തി. അതുപോലെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരുമായിട്ടുമൊക്കെയുള്ള ചർച്ച. SNDP NSS ഒക്കെ BJPയോട് അടുക്കുന്ന ചിത്രമാണ് കാണുന്നത്. ഇതൊന്നും ഈ CPMന് അങ്ങോട്ട് സഹിക്കുന്ന കാര്യമല്ല, ഹാലിളകും. പിന്നെ കുറേ കാലമായിട്ട് 2021 മുതൽ ഈ ആഗോള നേതാവേ നമ്മുടെ മുഹമ്മദ് റിയാസ് അമ്മായിയപ്പനും മരുമകനും കൂടെ അങ്ങ് വിലസുകയല്ലേ. മറ്റ് സംസ്ഥാനത്തെ മന്ത്രിമാരെ ഒന്നും ആർക്കും അറിയത്തില്ല. നിറഞ്ഞു നിൽക്കുന്നത് അമ്മായിയപ്പനും മരുമകനും മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള അമ്മായിയപ്പൻ മരുമകന് ഈ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയും വേദിയിൽ ഇദ്ദേഹം കയറി ഇരിക്കുകയും ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖർ അതിനൊരു മറുപടി ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വന്നതിൽ രാജവംശത്തിലെ മരുമകന് സങ്കടമാണ്. മരുമകന് എന്തോ അസുഖമുണ്ട്, ഞാനിത് ട്രീറ്റ് ചെയ്യാൻ ഞാൻ ഡോക്ടറൊന്നുമല്ല, അതുകൊണ്ട് മരുമകൻ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണിക്കണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലത്തെ ട്രോളിനും ബാക്കിയുള്ളതിനും ഒക്കെ ഒരു മറുപടി കൊടുത്തത്. നമുക്കറിയാം, കുമ്മനം പണ്ടൊരിക്കൽ ഇതിൻ്റെ മെട്രോയുടെ ഉദ്ഘാടനത്തിന് പറയാതെ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു. അന്ന് ഇതേപോലെ മോദി വന്നപ്പോൾ കയറി, അപ്പോൾ അതിനെ ഒരു വാക്കൊക്കെ പിന്നീട് പ്രയോഗിച്ചിരുന്നു. അത്തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖറും വേദിയിൽ കയറിയത് എന്നുള്ള തരത്തിൽ ഭയങ്കര ട്രോളുകൾ വരുന്നുണ്ട്. അപ്പം രാജീവ് ചന്ദ്രശേഖറിനെ നമ്മുടെ കേരള സർക്കാരല്ല, അങ്ങ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഡയറക്റ്റുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ ഇരുത്തിയത്. അല്ലാതെ വിളിക്കാതെ പോയ കല്യാണത്തിന് ചോറുണ്ട വ്യക്തിയല്ല എന്നുള്ളത് വ്യക്തമായി റിയാസിനറിയാം. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? അപ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് അവിടെ ഒരു വിഭാഗം ഇത്തരത്തിലുള്ള BJP പ്രവർത്തകർ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഫാൻസ് എന്ന് തന്നെ, ആരാധകർ എന്ന് തന്നെ പറയാം, അവർ വിളിച്ചപ്പോൾ ഇതവർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. കാരണം ഇപ്പുറത്തെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കാൻ ആളില്ലാണ്ടായി പോയതിൻ്റെ ഒരു വികാരമൊക്കെ ആയിരിക്കും. ഒരു പക്ഷേ പിണറായി വിജയൻ സഖാവൊക്കെ വരുമ്പം ഈ ഇൻക്ലാബ് സിന്ദാബാദൊക്കെ വിളിച്ച് അണികൾ ഘോരമായിട്ടിരുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിഞ്ഞൂടെ, ഇപ്പോൾ പല വേദികളിലും ആൾക്കാരെ കാണാനില്ല. ഇപ്പോൾ പഴയതുപോലെ പൈസ കൊടുത്താലും ഫുഡ് വാങ്ങിച്ചു കൊടുത്താൽ പോലും ആൾക്കാർ വരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചതും അതിനൊപ്പം രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത് ഇതിൻ്റെ താഴെ വേദിയുടെ താഴെയാണല്ലോ സദസ്സ്, ആ താഴോട്ട് ഇരിക്കേണ്ടുന്ന ഒരവസ്ഥ അവർക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അത് തികച്ചും അത് എന്താ പറയുന്നത്, അത് ആരുടെ മനസ്സായാലും ഒന്ന് വേദനിക്കുന്നതാണ്. അവരുടെ
എപ്പോഴും ഉയർന്നിരിക്കുന്നതാണല്ലോ അവരുടെയൊക്കെ ഒരു മനോഭാവം എന്ന് പറയുന്നത്. താഴോട്ട് വന്നപ്പോഴത്തേന് അവർക്കത് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നത്. കാരണം ഇങ്ങനെ നോക്കണമല്ലോ രാജീവ് ചന്ദ്രശേഖരെ. മറ്റേത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ ഇങ്ങനെ നോക്കേണ്ട, മുകളിലോട്ട് നോക്കേണ്ടുന്ന ഒരവസ്ഥ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇപ്പോൾ തിരിച്ച് ഇന്നലെയൊക്കെ പല ചർച്ചകളും പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെയെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ അവിടെ ഇരുത്തിയതിൽ നിങ്ങൾ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ ഇതേ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനെയും മകളെയും ഭാര്യയും ഈ ഒരു വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു അവലോകന സമ്മേളനത്തിൽ ഇരുത്തി സംസാരിക്കുന്നതിന് എന്താണ് മറുപടി പറയേണ്ടുന്നത്? അത് ശരിയായ നടപടിയാണോ? അത് നിങ്ങളുടെ സർക്കാർ ചെയ്തത് ശരിയാണോ? അപ്പോൾ തിരിച്ചു ചോദിക്കാനുണ്ട്, പ്രതിപക്ഷത്തിനായാലും BJPക്കായാലും തിരിച്ചു ചോദിക്കാനുണ്ട്. മാത്രമല്ല ഇനി കോൺഗ്രസിൻ്റെ ഭാഗം വരുവാണെങ്കിൽ VD സതീശനെ ഇത്തരത്തിൽ അവർ ആദ്യം ക്ഷണിച്ചില്ല. അവർക്ക് അദ്ദേഹത്തിന് ചെയറുണ്ടായിരുന്നെങ്കിൽ ആദ്യം ക്ഷണിച്ചില്ല. പിന്നീടാണ് ഒരു ക്ഷണമൊക്കെ ലഭിച്ചത്. അദ്ദേഹം പോയില്ല. ഒരു കണക്കിന് പോവാഞ്ഞ കാര്യമായി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ പരാമർശങ്ങളുടെ ഇടയിൽ VD സതീശൻ പോകാതെ മാറി നിന്നത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത്തരത്തിലൊരു ഏകാധിപത്യ രീതിയിൽ വരുമ്പം ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ LDF സർക്കാരിൻ്റെ ഇതാണ് ഈ വിഴിഞ്ഞം തുറമുഖം ഇത്രത്തോളം എത്തിയത്, LDF സർക്കാർ ഇത്ര രൂപ 6650 നിരത്തി വെക്കുന്നുണ്ട്, ഈ രൂപയൊക്കെ ചെലവഴിച്ചാണ് ഞങ്ങൾ നിർമ്മിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പുറകെ ഒരുപാട് വിയർത്ത അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതിൻ്റെ പുറകെ നടന്നിരുന്നു. ഉമ്മൻചാണ്ടി ആണെങ്കിലും MVR ആണെങ്കിലും അതേപോലെ തന്നെ അങ്ങോട്ട് നോക്കി ഒരുപാട് രാജകുടുംബം മുതൽ ഇങ്ങോട്ടുണ്ട് ഈ ഒരു വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിന് കൊടുത്ത അദാനിക്ക് കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിക്കാതെ എല്ലാം ഞങ്ങളുടെ പിണറായി സഖാവാണ്, ഞാൻ വന്നതിന് ശേഷമാണ് എന്ന് പ്രധാനമന്ത്രിയുടെ അടുത്തിരുന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചേതവർ, ഇതൊന്നും അവർക്ക് പ്രശ്നമില്ല. ഇവർക്ക് ഏറ്റവും അധികം വിഷയം വന്നത് രാജീവ് ചന്ദ്രശേഖരനെ വേദിയിൽ പിടിച്ചിരുത്, വേറെ ഒന്നും അവർക്കൊരു വിഷയമല്ല. ഈ രാജീവ് ചന്ദ്രശേഖരെ ഒന്ന് മുൻ കേന്ദ്രമന്ത്രിയാണ്, രണ്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖരന് ഇതൊന്നും അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല. റിയാസ് വിചാരിച്ച് ഈ DYFI പോലെയാണ് എല്ലാം എന്നല്ലേ, കുറച്ച് ഗുണ്ടകളുടെ വിളയാട്ടം നടത്തുന്ന DYFI പോലെയാണ്. റിയാസിന് എന്തറിയാം? റിയാസും AA റഹീമും ഒക്കെ ഒരേ കാറ്റഗറിയാണ്, ബ്രിട്ടാസും ഒക്കെ. അതിനപ്പുറം ഇവർക്ക് പാർലമെൻറ്റ് പോലും നേരെ ചൊവ്വ എന്താണെന്ന് അറിയാത്തവരാണ്. AA റഹീം ഇംഗ്ലീഷിൻ്റെ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടതല്ലേ, ബ്രിട്ടാസിൻ്റെ അട്ടഹസിക്കുന്നതുമൊക്കെ എന്താണെന്ന് കൃത്യതയോടുകൂടി പോലും ഇവർക്കറിയാത്തവരാണ്. അവരാണോ രാജീവ് ചന്ദ്രശേഖരനെ പഠിപ്പിക്കുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയാം, ഇവർക്ക് ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കേരളത്തിൽ BJPയുടെ ഒരു വളർച്ച അവർക്ക് സഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് മെയിനായിട്ടുള്ള കാരണം. കാരണം അത് ഇവർക്ക് ഇടിവുണ്ടാക്കുന്നതാണ്. CPMന് വലിയ ഇടിവുണ്ടാക്കുന്നു. അടുത്ത തവണ അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള ഒരാദി വലുതായിട്ട് നിൽക്കുകയാണ്. വലിയ പ്രശ്നത്തിലേക്കാണ് അത് പോകുന്നത്. അത് വരുമ്പോഴാണ് ഇവരിത്തരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. പ്രധാനമന്ത്രിയോടൊപ്പം വേദിയിൽ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെയാണ് മെട്രോയിൽ കുമ്മനം രാജശേഖരൻ ഇരുന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായത്. അതിനപ്പുറമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഈ വിഴിഞ്ഞത്തിന് വേണ്ടി ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരൊക്കെ കുറേ കാലം മുമ്പ് എവിടെ പോയി? ഇത് വളരെ വൈകിയല്ല ഇതെത്തിയത്. തിരുവനന്തപുരത്തെ തകർക്കാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ശ്രമിച്ചിട്ടുള്ളവരാണ്. തിരുവനന്തപുരത്തിനോട് ഇത്രയും അവജ്ഞയാണ് കാണിച്ചിട്ടുള്ളത്, അറിയാമോ? ഒരു MP പോലും ഒരു MLA പോലും തിരുവനന്തപുരത്തെ വേണ്ടത്ര സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴല്ലേ ഈ തിരുവനന്തപുരം എയർപോർട്ട് ഒന്ന് നേരെ ചൊവ്വയായിട്ടുള്ളത്? നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ലേ? വെറും കാലിത്തൊഴുത്ത് പോലെ കിടന്നതല്ലേ തിരുവനന്തപുരം വിമാനത്താവളം എന്ന് പറയുന്നത്? ഇപ്പോഴാണൊന്ന് നേരെയായത്, മനുഷ്യന് നേരെ വന്നിറങ്ങാൻ കഴിയുന്നത്. പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ് പോലും. ഇവിടെ ഒരു എടുപ്പ് കുതിരയുണ്ടല്ലോ, ഒരു MP, എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖറിലൂടെ ഇനി നമുക്ക് പലതും കിട്ടും, പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.